ഹലോ, വെൽക്കം ബാക്ക് ടു ഡ്രീം കളക്ഷൻസ്. അപ്പോൾ ഇന്ന് ഞാൻ 2-4 ലക്ഷ്മി വളകളാണ് കേട്ടോ. അപ്പോൾ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഒരു സൈസ് അല്ലെങ്കിൽ ഒരു പാറ്റേൺ ആയി കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണല്ലോ. പലതും എടുക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും. അപ്പോൾ എല്ലാവരുടെയും അഭ്യർത്ഥന മാനിച്ച് ഞാൻ പല പാറ്റേണിലുള്ള പല സൈസിലുള്ള വളകൾ മിക്സ് ചെയ്തിട്ടാണ് ഇടുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഇതിൽ കണ്ട പോലെ 2.4 ലക്ഷ്മി ബാംഗിൾസാണ് ഇടുന്നത്. അപ്പോൾ ആദ്യം ഈ പറഞ്ഞ പോലെ ഫോട്ടോസ് ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് ഇഷ്ടമായതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഇത് കഴിഞ്ഞിട്ട് ഒരു ഹാഫ് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ അത് അനുസരിച്ച് നിങ്ങൾ നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് കണ്ടാൽ മതി. അപ്പോൾ കുറേ പേർക്കുണ്ട് ഈ ആദ്യം തൊട്ട് അവസാനം വരെ കാണുമ്പോൾ ഒരു ബോറടി എന്ന് പറയുന്നുണ്ട്. സംഭവം 5 മിനിറ്റൊക്കെ ഇടണുള്ളൂ നമ്മൾ. എന്നാലും അങ്ങനെയും കൂടി ആവണ്ടെന്ന് വിചാരിച്ചിട്ട് വളരെ ക്രിസ്പായിട്ടുള്ള കുട്ടി കുട്ടി വീഡിയോസാണ് ഇടുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടമായത് സ്ക്രീൻഷോട്ട് എടുക്കുക, താഴെ കാണുന്ന ഈ നമ്പറിലേക്ക് ജസ്റ്റ് ഒരു മെസ്സേജ് അയയ്ക്കുക, ഈ വളയ്ക്ക് എന്താ വില എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ കുറേ പേര് എന്നോട് വില പറയൂ എന്ന് പറയുന്നുണ്ട്. ഞാൻ പലവട്ടം പറഞ്ഞതാണ്, നമ്മളുടെ കയ്യിൽ നിന്ന് നമ്മൾ ഹോൾസെയിൽ ഡീലേഴ്സാണ്, ഡാഡിയുടെ ബിസിനസ് ഹോൾസെയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷോപ്പുകളിലേക്കും പേഴ്സണൽ റീസെല്ലിങ്ങിനും വേണ്ടി കൊണ്ടുപോകുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് നമ്മളിതിങ്ങനെ പബ്ലിക്കായിട്ട് ഇതിൻ്റെ വില ഇടുമ്പോൾ അത് അവരുടെ ബിസിനസ്സിനെ ബാധിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പബ്ലിക്കായിട്ട് ഇതിൻ്റെ കോസ്റ്റ് പ്രൈസും കാര്യങ്ങളൊന്നും ഇടാത്തത്. അത് ഇനി മനസ്സിലാക്കുമെന്ന് വിചാരിക്കണം. കാരണം ഒരു വീഡിയോയിൽ ഒരു ആളെങ്കിലും ചോദിക്കാണ്ടിരിക്കില്ല പ്രൈസ് ഇടുമെന്ന്. അപ്പോൾ ഇനി നിങ്ങൾക്കത് മനസ്സിലായിട്ട് ആ ചോദ്യം ഉണ്ടാവില്ല എന്ന് വിചാരിക്കണം. അപ്പോൾ ഇതൊക്കെ 2-4 വരും ദിവസങ്ങളിൽ കാണിക്കാൻ പോകുന്ന വളകളാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇങ്ങനെ തന്നെ കണ്ടിട്ട് അയ്യോ ആൻറ്റി ഇതുണ്ടെങ്കിൽ എനിക്ക് തായോ എന്ന് പറഞ്ഞിട്ട് സ്ക്രീൻഷോട്ട് എടുത്താൽ അപ്പം ഞാൻ നിങ്ങൾക്കത് സെൻഡ് ചെയ്ത് തരുന്നുണ്ട്. അതിനാണ് ഞാൻ ഇങ്ങനെ കാണിക്കണത്. കാരണം ഇതൊക്കെ ഇങ്ങനെ റൗണ്ട് ചെയ്ത് വരുമ്പോൾ കുറേ ദിവസങ്ങൾ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ടൊക്കെയാവും വീഡിയോ വരിക. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഇത് എൻ്റെ കയ്യിലുണ്ട് എന്ന് അറിഞ്ഞാലല്ലേ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ എടുക്കുന്നത്. ഇത് 2-4 വളകളാണ്. എല്ലാ കളേഴ്സും ഞാനിപ്പോൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ കുട്ടി വീഡിയോസായിട്ട് ഞാൻ പിന്നീട് കാണിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു പോണത് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്നത് ലക്ഷ്മിയുടെ വളകളാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ ഇത് മുഴുവൻ ഒന്ന് കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ അതിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതൊക്കെ എനാമലിൻ്റെ വളകൾ, ഇതൊക്കെ നിങ്ങൾക്കറിയാം, കുറേ പേർക്കൊക്കെ അറിയാം. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്നുള്ളൂ. അപ്പോൾ കാരണം നമ്മൾ ലക്ഷ്മിയുടെ ചോദിക്കുമ്പോൾ 2-4 വെള്ള വളയുണ്ടോ അല്ലെങ്കിൽ റൂബി വളയുണ്ടോ എന്ന് ചോദിക്കുന്നവർക്കുള്ള ഒരു ഇതാണിത്. അപ്പോൾ ഞാൻ 2-4 എല്ലാ ഐറ്റം കാണിക്കുമ്പോഴും ഈ ഒരു പോർഷൻ ഞാൻ അതിലിട്ടോളാം. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ കയ്യിലുള്ള എല്ലാ പാറ്റേൺസും കാണാമല്ലോ. അപ്പോൾ ഇനി നമ്മുടെ ലക്ഷ്മിയുടെ വളകളിലേക്ക് കിടക്കാം. ഇത് വളരെ കനം കൂടിയിട്ട് എന്നാൽ ഭയങ്കര ഭംഗിയായിട്ടുള്ള കുട്ടി ലക്ഷ്മിയാണ്. അധികം വീതിയില്ല എന്നാൽ കാണാൻ നല്ല ഭംഗിയുള്ള വളയാണ് കേട്ടോ. ഇത് അധികം വിലയുമില്ല. കാരണം ഗോൾഡ് മാത്രമാണ്, ഞാൻ നിങ്ങളോട് എപ്പോഴും പറയാറുണ്ട്, ഗോൾഡ് മാത്രമുള്ള വിലകൾ പ്രോഡക്ട്സിന് അധികം വിലയില്ല. കല്ല് വരുമ്പോഴാണ് അതിൻ്റെ വിലയിൽ കുറച്ച് ഒരു വേരിയേഷൻ വരുന്നത്. അപ്പോൾ ഇത് രണ്ടാമത്തെ പാറ്റേൺ വളരെ നേരിയത്. ഇത് നിങ്ങൾക്കറിയായിരിക്കും, എല്ലാ സൈസ് കാണിക്കുമ്പോഴും ഞാൻ കാണിക്കാറുണ്ട്. മറ്റേ ലക്ഷ്മിയുടെ 2 സൈസിൽ ഇത് വരുന്നുണ്ട്, കുഞ്ഞിതും കുറച്ചും കൂടി വലിയതും. അപ്പോൾ ഞാൻ രണ്ടും കൂടി കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വലിപ്പം വ്യത്യാസം മനസ്സിലാവും കേട്ടോ. വളരെ ചെറിയൊരു വ്യത്യാസമുള്ളൂ, പക്ഷേ അതൊരു വ്യത്യാസം തന്നെയാണല്ലോ. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് ഇത് നമ്മുടെ കട്ടിയുള്ള ഒരു തരം ലക്ഷ്മിയുടെ വളയാണ്, നല്ല വളയാണ്. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു 2.6 കാണിച്ചിരുന്നു എന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഇത് ആ വളയാണ്. ഇത് ലക്ഷ്മിയുടെ തന്നെ കനം കുറഞ്ഞത്, നമ്മൾ രണ്ടാമത് കണ്ടില്ലേ ഒരു തകിട് കനം, അതുപോലത്തെ ലക്ഷ്മിയുടെ വളകളാണ്. ഇതും പറഞ്ഞ പോലെ കല്ലൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായ ഇത് നമ്മളുടെ പ്രീമിയം സെക്ഷനിലുള്ള സംഭവമാണ്. ഇതിൻ്റെ തന്നെ നിങ്ങൾക്കറിയാം ലോക്കറ്റ് ഉണ്ട്, കമ്മലുണ്ട്. എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം. അപ്പോൾ നിങ്ങൾക്ക് ആ ലോക്കറ്റും കമ്മലും കൂടി എടുക്കുകയാണെങ്കിൽ നല്ലൊരു സെറ്റായിട്ട് ട്രഡീഷണൽ ഓർണമെൻറ്റ്സിൻ്റെ ഒരു സെക്ഷൻ്റെ ഏത് സാരിക്കും ഉപയോഗിക്കാവുന്നതാണ്. ഇത് ഭയങ്കര കട്ടിയുള്ള ലക്ഷ്മിയാണ് കേട്ടോ, കല്ലില്ലാത്തത്. ഇതിൻ്റെ തന്നെ കല്ലുള്ളതുണ്ട് കണ്ടോ. അപ്പോൾ കല്ലില്ലാത്തതുകൊണ്ട് കല്ലുള്ളതുകൊണ്ട് അപ്പോൾ രണ്ടിനും 2 റേറ്റാണ് വരിക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കല്ലില്ലാത്തതിൻ്റെ േക്കാൾ കൂടുതൽ ഈ കല്ലുള്ളതിന് വരും, നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. അപ്പോൾ ഇതാണ് ആ 2 സംഭവം. നല്ല കനമുള്ള സൈസാണ് കേട്ടോ, ഒരു 3 പവനൊക്കെ തോന്നിക്കുന്നതാണ്. ഇത് വെറുതെ സിമ്പിളായിട്ടുള്ള വൈറ്റ് ഇതിൻ്റെ തന്നെ നെക്ലസ് ഉണ്ട്, ഇതിൻ്റെ തന്നെ ജിമിക്കി ഉണ്ട്. ഒക്കെ പ്രീമിയം സെക്ഷനിൽ പെട്ടതാണ് നെക്ലസും ജിമിക്കി കേട്ടോ. അപ്പോൾ ഈ വളയത് നല്ല വളയാണ്. ഇതും ഈ പറഞ്ഞ പോലെ വെറുതെ ഒരു എന്താ പറയുക കമ്പി വളയമേ ഒരു 4 ലക്ഷ്മിയുടെ ലോക്കറ്റ് വൈറ്റ് സ്റ്റോൺസ് വെച്ചിട്ടുള്ളത്. ഒരു ലോക്കറ്റ് പോലെ തന്നെ ഒരു വട്ടം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ലക്ഷ്മിയുടെ വിശേഷങ്ങൾ കേട്ടോ.
അപ്പോൾ ആവശ്യമുള്ളവർ ഒന്ന് ഈ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വേഗം വരാം. അതുവരയ്ക്ക് ബൈ.